നമസ്കാരം. സ്റ്റാൻഡേർഡ് 5 ചാപ്റ്റർ 7 ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് 5ാം ക്ലാസ്സിലെ 7ാമത്തെ അധ്യായം ഗതാഗതവും ആശയവിനിമയവും എന്നുള്ള പാഠഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം വാഹനത്തിലേക്കുള്ള ഒരു മാറ്റത്തിലേക്ക് വന്നത് എന്നുവരെ നമ്മൾ പഠിക്കുകയുണ്ടായി. അടുത്ത ഭാഗം ശ്രദ്ധിക്കുക. മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാ കൂട്ടുകാരും കഴിഞ്ഞ ക്ലാസ് നന്നായിട്ട് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. ഒബ്സർവ് ദ ഫ്ലോ ചാർട്ട് ഷോയിങ് ദ മെയിൻ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് വി യൂസ്ഡ് ടുഡേ. ഇന്ന് നാം ഉപയോഗിക്കുന്ന പ്രധാന ഗതാഗത മാർഗങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഒന്ന് നിരീക്ഷിച്ച് ഒന്ന് കാണുക. മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഏതൊക്കെയാണ് ഗതാഗത മാർഗങ്ങൾ? ലാൻഡ് ട്രാൻസ്പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട്, എയർ ട്രാൻസ്പോർട്ട്. പ്രധാനപ്പെട്ട മോഡ് ഓഫ് ട്രാൻസ്പോർട്ടുകളാണ് ലാൻഡ് ട്രാൻസ്പോർട്ട്, അതായത് കരഗതാഗതം, വാട്ടർ ട്രാൻസ്പോർട്ട് ജലഗതാഗതം, വ്യോമ ഗതാഗതം, എയർ ട്രാൻസ്പോർട്ട് വ്യോമ ഗതാഗതം. ലാൻഡ് ട്രാൻസ്പോർട്ടിൽ തന്നെ പ്രധാനപ്പെട്ട 2 രീതികളുണ്ട്. അതായത് കരഗതാഗതത്തിൽ റോഡ് ട്രാൻസ്പോർട്ടുമുണ്ട്, റെയിൽ ട്രാൻസ്പോർട്ടുമുണ്ട്. റോഡ് ഗതാഗതവും റെയിൽ ഗതാഗതവും. വാട്ടർ ട്രാൻസ്പോർട്ടിനെ വീണ്ടും 2ആക്കി തിരിക്കാം. ഏതൊക്കെയാണ്? ഇൻലാൻഡ് ട്രാൻസ്പോർട്ട്, അതായത് ഉൾനാടൻ ഗതാഗതവും മാരിടൈം ട്രാൻസ്പോർട്ട്, അതായത് കടൽ സമുദ്ര ഗതാഗതവും. പിന്നീട് എയർ ട്രാൻസ്പോർട്ടിലും ഉണ്ട് 2 പ്രധാനപ്പെട്ട 2 ഗതാഗത മാർഗങ്ങൾ. ഒന്ന് നാഷണൽ എയർവേസ്, അതായത് ദേശീയ വ്യോമ ഗതാഗതവും ഇൻ്റർനാഷണൽ എയർവേസ് അന്തർദേശീയ വ്യോമ ഗതാഗതവും. അപ്പം പ്രധാന ഗതാഗത മാർഗങ്ങൾ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടുകൾ ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. അവയെ വീണ്ടും എത്രയായി തിരിക്കാമെന്ന് ഓർക്കുക. ലാൻഡ്, വാട്ടർ, എയർ. ഓരോന്നിനെയും വീണ്ടും 2ആക്കി തിരിക്കുന്നു. ഇനി എന്താണ് ലാൻഡ് ട്രാൻസ്പോർട്ട്? വാട്ട് ഈസ് കോൾഡ് ലാൻഡ് ട്രാൻസ്പോർട്ട്? ലാൻഡ് ട്രാൻസ്പോർട്ട് ഈസ് ദ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഓൺ ലാൻഡ്. കരയിലൂടെയുള്ള ഗതാഗത സംവിധാനമാണ് കരഗതാഗതം. ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ഡൗൺ ദ മേജർ മോഡ്സ് ഓഫ് ലാൻഡ് ട്രാൻസ്പോർട്ട് ഫ്രം ദ ഫ്ലോ ചാർട്ട്. നമ്മളുടെ കരഗതാഗതത്തിൽ ഉൾപ്പെടുന്ന പ്രധാന ഗതാഗത മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഫ്ലോ ചാർട്ടിൽ നിന്ന് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നോക്കിയാട്ടെ, ഇതാണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലാൻഡ് ട്രാൻസ്പോർട്ടിൻ്റെ ഫസ്റ്റ് റോഡ് ട്രാൻസ്പോർട്ടും രണ്ടാമത്തേത് റെയിൽ ട്രാൻസ്പോർട്ടും. റോഡ് ഗതാഗതം, റെയിൽ ഗതാഗതം അതിവിടെ കണ്ടെത്തി എഴുതുക. ഇനി റോഡ് ട്രാൻസ്പോർട്ടിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡോണ്ട് വി നീഡ് റോഡ്സ് ഫോർ ദ സ്മൂത്ത് മൂവ്മെൻറ്റ് ഓഫ് വെഹിക്കിൾസ്. വാഹനങ്ങളുടെ സുഗമമായ സഞ്ചാരത്തിന്, അതായത് ഈസി ആയിട്ട് അത് മുന്നോട്ട് പോകണമെങ്കിൽ സഞ്ചാരപാതകൾ വേണം ഇല്ലേ? ഒബ്സർവ് ദ ഇമേജസ് ഗിവൺ ബിലോ റിഗാർഡിംഗ് ദ ഫോർമേഷൻ ഓഫ് റോഡ്സ്. അങ്ങനത്തെ സഞ്ചാരപാതകൾ രൂപം കൊണ്ടതുമായി ബന്ധപ്പെട്ട ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കിയാട്ടെ, സിംഗിൾ ട്രാക്ക് പാത്തുണ്ട്, അതായത് ഒറ്റയടിപ്പാതയുണ്ട്. മഡ് പാത്ത്, മൺപാതയുണ്ട്. സ്റ്റോൺ പേവ്ഡ് പാത്ത്, അതായത് കല്ല് പാകിയ പാതയുണ്ട്. പിന്നെ ഏതാണ്? കോൺക്രീറ്റ് റോഡുണ്ട്, അതായത് കോൺക്രീറ്റ് പാതയുണ്ട്. ടാർഡ് റോഡുണ്ട്, ടാർ ചെയ്ത പാതയും ഉണ്ട്. സിംഗിൾ ട്രാക്ക് പാത്സ് ആൻഡ് മഡ് പാത്സ് വെയർ യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഇൻ ഏൻഷ്യൻ്റ് ടൈംസ്. അതായത് ഒറ്റയടി പാതകളും മൺപാതകളുമായിരുന്നു പണ്ട് കാലത്ത് ഗതാഗതത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഓവർ ദ പാസേജ് ഓഫ് ടൈം സ്റ്റോൺ പേവ്ഡ് പാത്സ്, കോൺക്രീറ്റ് റോഡ്സ് ആൻഡ് ടാർഡ് റോഡ്സ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. കാലങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കല്ല് പാകിയ പാതകളും അതുപോലെ കോൺക്രീറ്റ് പാതകളും ടാർ ചെയ്ത പാതകളും ഒക്കെ നിലവിൽ വന്നു. അങ്ങനെയാണ് റോഡ് ഗതാഗതത്തിൻ്റെ ഒരു വികസനം എന്ന് നമുക്ക് കണ്ടെത്താം. മക് ആഡം റോഡ്സ്. സ്കോട്ടിഷ് എഞ്ചിനീയർ JL മക് ആഡം പൈനിയേർഡ് ദ മോഡേൺ ടൈപ്പ് ഓഫ് റോഡ് കൺസ്ട്രക്ഷൻ അറൗണ്ട് 1820. ഏതാണ്ട് 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ JL മക് ആഡമാണ് ആധുനിക രീതിയിലെ റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. The roads constructed using crushed stones leveled by road roller machines are known as McAdam roads. കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോളർ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകൾ
എന്താണ് മക് ആദം റോഡ് എന്ന് അറിയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേരിൽ മക് ആദം റോഡ് എന്ന് അറിയപ്പെട്ടു. Our country has a wide network of roads consisting of rural roads. നമ്മുടെ രാജ്യത്ത് ഗ്രാമീണ അതായത് അവർ കൺട്രി ഹാസ് എ വൈഡ് നെറ്റ്വർക്ക് ഓഫ് റോഡ്സ് കൺസിസ്റ്റിംഗ് ഓഫ് റൂറൽ റോഡ്സ്, സ്റ്റേറ്റ് ഹൈവേസ്, നാഷണൽ ഹൈവേസ് ആൻഡ് എക്സ്പ്രസ് ഹൈവേസ്. നമ്മുടെ രാജ്യത്ത് ഗ്രാമീണ പാതകളുണ്ട്, സംസ്ഥാന പാതകളുണ്ട്, ദേശീയ പാതകൾ, അതുപോലെ എക്സ്പ്രസ് ഹൈവേകൾ എന്നിങ്ങനെ ഒരു ബൃഹത്തായ റോഡ് ശൃംഖല നിലവിൽ ഉണ്ട്. അതായത് റൂറൽ റോഡ്സ് എന്ന് വെച്ചാൽ ഗ്രാമീണ പാത, പിന്നെ സ്റ്റേറ്റ് ഹൈവേ സംസ്ഥാന പാത, അതുപോലെ നാഷണൽ ഹൈവേ ദേശീയപാത, പിന്നെ എക്സ്പ്രസ് ഹൈവേ. ഇന്ത്യ ഹാസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് റോഡ്സ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ റോഡ് ശൃംഖല ഇന്ത്യയിലാണ്. റോഡ് ട്രാൻസ്പോർട്ട് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എൻഷുറിങ് ദ സോഷ്യോ ഇക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി. അതായത് ഒരു രാജ്യത്തിൻ്റെ സാമൂഹ്യവും സാമ്പത്തികവുമായ ഒരു വളർച്ച, ഗ്രോത്ത്, അത് ഉറപ്പുവരുത്താൻ നമുക്ക് നമ്മുടെ റോഡ് ഗതാഗതം പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു. ഇനി ഇന്ത്യയിലെ പ്രധാന ഹൈവേകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. മേജർ ഹൈവേസ് ഇൻ ഇന്ത്യ. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് വെച്ചാൽ സുവർണ ചതുഷ്കോണം. ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് നാഷണൽ ഹൈവേസ് ദാറ്റ് കണക്ട് ഇന്ത്യാസ് മേജർ ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചറൽ ഹബ്സ്. ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ പാതാ ശൃംഖലയാണ് ഗോൾഡൻ ക്വാഡ്രിലാറ്റർ, അതായത് സുവർണ ചതുഷ്കോണം. ദിസ് റൂട്ട് പാസസ് ത്രൂ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ ആൻഡ് കവേഴ്സ് 12 സ്റ്റേറ്റ്സ്. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെയും അതുപോലെ 12 സംസ്ഥാനങ്ങളിലൂടെയും ഈ പാത കടന്നു പോകുന്നു. അതിൻ്റെ ഭൂപടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 12 സംസ്ഥാനങ്ങളിലൂടെ ഈ പാത കടന്നു പോകുന്നതിൻ്റെ ഭൂപടമാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് നോർത്ത് സൗത്ത് ആൻഡ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർസ്, അതായത് വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും. ദ നോർത്ത് സൗത്ത് കോറിഡോർ കണക്ട്സ് ശ്രീനഗർ വിത്ത് കന്യാകുമാരി ആൻഡ് ദ ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ കണക്ട്സ് സിൽച്ചാർ വിത്ത് പോർബന്ദർ. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായിട്ടും അതുപോലെ കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്ദറുമായിട്ടും ബന്ധിപ്പിക്കുന്നു. അതിൻ്റെ ഭൂപടവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും. ഇനി അടുത്ത ചിത്രങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ ചിത്രത്തിലും എന്നുവെച്ചാൽ സാധനങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന വണ്ടി, കാളവണ്ടി, സൈക്കിൾ, അതുപോലെ തന്നെ സ്കൂട്ടർ, ഓട്ടോറിക്ഷ, കാറ്, ചരക്കും കൊണ്ടുപോകുന്ന ലോറികൾ, ബസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഷോയിങ് ദ എവല്യൂഷൻ ഓഫ് വീൽഡ് വെഹിക്കിൾസ്. ചക്രങ്ങൾ ഉപയോഗിച്ചുള്ള വാഹനങ്ങളുടെ ഒരു വികാസം, ഒരു ഗ്രോത്ത്, വളർച്ചയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഡിസ്കസ് ആൻഡ് പ്രിപ്പയർ നോട്ട്സ് റിഗാർഡിംഗ് ദ ചേഞ്ചസ് ഇൻ റോഡ് ട്രാൻസ്പോർട്ട്. അതായത് അന്ന് ഇതെല്ലാം നിരീക്ഷിച്ചിട്ട് നമ്മുടെ റോഡ് ഗതാഗതത്തിൽ വന്ന മാറ്റങ്ങളാണ് കൂട്ടുകാർ കണ്ടെത്തി എഴുതേണ്ടത്. അതുപോലെ തന്നെ കളക്ട് ചെയ്ത പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് വെഹിക്കിൾസ് ആൻഡ് റോഡ്സ് ഓൾഡ് ആൻഡ് ന്യൂ. അതുപോലെ പഴയതും പുതിയതുമായ വിവിധ വാഹനങ്ങളുടെയും അതുപോലെ പാതകളുടെയൊക്കെ ചിത്രങ്ങൾ ശേഖരിച്ച് ഒരാൽബം നിങ്ങൾക്ക് തയ്യാറാക്കാനും സാധിക്കും. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ടാണ്. റോഡ് ഗതാഗതത്തിൻ്റെ മേന്മകൾ. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ട്? ഫസ്റ്റ് വൺ, റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ്. അതായത് താരതമ്യേന നോക്കുമ്പോൾ ചെലവ് കുറഞ്ഞ രീതിയാണ് റോഡ് ഗതാഗതം. അക്സസിബിൾ ടു ഓൾ സെക്ഷൻസ് ഓഫ് പീപ്പിൾ. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഇത് പ്രാപ്യമാക്കാൻ സാധിക്കും. ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ഷോർട്ട് ട്രിപ്സ്. ഹ്രസ്വദൂര, അതായത് വളരെ കുറഞ്ഞ ദൂരത്തിലുള്ള യാത്രകൾക്ക് ഏറ്റവും അനുയോജ്യം ആണ്. അതുപോലെ കംഫർട്ടബിളാണ്, സൗകര്യങ്ങൾ കൂടുതൽ കൊണ്ട്. പിന്നെ മൾട്ടിപർപ്പസ് സർവീസാണ്, വിവിധോദ്ദേശ സേവനം നൽകാൻ പറ്റും. അതുപോലെ ഉൾപ്രദേശങ്ങളിലേക്കുള്ള ഗതാഗത മാർഗം അതിന് സാധ്യമാണ്. അതുപോലെ അങ്ങനത്തെ പല പ്രയോജനങ്ങളും എന്തിനുണ്ട്? റോഡ് ഗതാഗതത്തിൻ്റെ മേന്മകളായിട്ട് നമുക്ക് കണ്ടെത്തി എഴുതാം. അടുത്തത് റെയിൽ ട്രാൻസ്പോർട്ടാണ്.
റെയിൽ ഗതാഗതം. ദ സൈറ്റ് ഓഫ് എ ട്രെയിൻ അറൗസസ് ദ ക്യൂരിയോസിറ്റി ഓഫ് പീപ്പിൾ ഓഫ് ഓൾ ഏജ് ഗ്രൂപ്പ്സ്. ഏത് പ്രായക്കാർക്കും കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മുടെ ട്രെയിൻ, തീവണ്ടി. ഇറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഓൺ ലാൻഡ്. കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനവും ഏതാണ്? ഈ തീവണ്ടി തന്നെയാണ്, ട്രെയിൻ തന്നെയാണ്. ദ റെയിൽവേ സിസ്റ്റം വാസ് ലോഞ്ച്ഡ് ഫസ്റ്റ് ഇൻ ബ്രിട്ടൻ. ബ്രിട്ടനിലാണ് ഈ സംവിധാനം, ഈ റെയിൽവേ ആദ്യമായിട്ട് ആരംഭിച്ചത്. ദ ലോക്കോമോട്ടീവ് ട്രെയിൻ കെയിം ഇൻ ടു ബീയിങ് വിത്ത് ദ ഇൻവെൻഷൻ ഓഫ് സ്റ്റീം എൻജിൻ. ആവി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത്. In 1825, George Stephenson built the first locomotive train engine in Britain. അങ്ങനെ 1825 ജോർജ് സ്റ്റീഫൻസൺ ആണ് ബ്രിട്ടനിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എൻജിൻ നിർമ്മിച്ചത്. കോൾ വാസ് യൂസ്ഡ് ആസ് ഫ്യൂവൽ ടു റൺ ഇറ്റ്. ഇത് പ്രവർത്തിക്കാനുള്ള ഇന്ധനമായിട്ട് ആദ്യം കൽക്കരിയാണ് ഉപയോഗിച്ചത്, കോൾ. ലേറ്റർ, ഡ്യൂ ടു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്, ഡീസൽ എൻജിൻസ് ആൻഡ് ഇലക്ട്രിക് എൻജിൻസ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. പിൽക്കാലത്ത് നമ്മുടെ സാങ്കേതിക വികാസങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ ഫലമായിട്ട് ഡീസൽ എൻജിനും അതുപോലെ ഇലക്ട്രിക് എൻജിനുകളും ഒക്കെ ക്രമേണ നിലവിൽ വന്നു. In 1825, the world's first railway track was built connecting the cities of Stockton and Darlington in England. 1825 ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ടു. ദ വേൾഡ്സ് റെയിൽ ട്രാൻസ്പോർട്ട് കമൻസ്ഡ് ബൈ റണ്ണിംഗ് ദ ലോക്കോമോട്ടീവ് സ്റ്റീഫൻസൺ റോക്കറ്റ് ബിൽറ്റ് ബൈ ജോർജ് സ്റ്റീഫൻസൺ ഓൺ ദിസ് ട്രാക്ക്. ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഈ പാതയിലൂടെ, അതായത് സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ പാതയിലൂടെ ഓടിച്ചുകൊണ്ടാണ് ലോകത്തെ റെയിൽ ഗതാഗതത്തിന് ആദ്യമായിട്ട് തുടക്കം കുറിച്ചത്. ഇൻ വിച്ച് ഇയർ? 1825, 1825 ഇൻ ഇംഗ്ലണ്ടിൽ. ഇനി ചില ചിത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. 6 ചിത്രങ്ങളുണ്ട്. ഈ 6 ചിത്രങ്ങളും കൂട്ടുകാർ നന്നായിട്ട് ശ്രദ്ധിച്ച് കാണുക. ഒന്നാമത്തെ ചിത്രം 2, 3, 4, 5, 6. ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രെയിൻസ് ഓഫ് ഡിഫറെൻറ്റ് ഇറാസ്. ഈ ചിത്രങ്ങൾ നിരീക്ഷിച്ചിട്ട് വിവിധ കാലഘട്ടത്തിലെ തീവണ്ടികളുടെ സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് ദ ട്രെയിൻ ക്യാരിയിങ് കോൾ. അതായത് ആദ്യത്തെ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? കൽക്കരി കൊണ്ടുപോകുന്ന തീവണ്ടിയാണ്. രണ്ടാമത്തെ ചിത്രം നോക്കിയാട്ടെ. ഹോഴ്സ് ഡ്രോൺ ട്രെയിൻ ഓൺ സ്പെഷ്യൽ ട്രാക്ക്, അല്ലേ? കുതിര വണ്ടി വലിക്കുന്ന തീവണ്ടി, പ്രത്യേക പാതയിലൂടെ കുതിര വലിക്കുന്ന തീവണ്ടി. മൂന്നാമത്തെ ചിത്രം നോക്കിയാട്ടെ. കോൾ ഫയേർഡ് ട്രെയിൻസാണ്, കൽക്കരി ഇന്ധനമായി ഉപയോഗിച്ച തീവണ്ടി. നാലാമത്തെ ചിത്രമോ ഡീസൽ പവേർഡ് ട്രെയിൻ, ഡീസൽ ഉപയോഗിച്ചുള്ള തീവണ്ടി. 5 ഇലക്ട്രിക് ട്രെയിൻ, അല്ലേ? ആറാമത്തേത് ബുള്ളറ്റ് ട്രെയിൻ. ഇതാണ് ആ ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന സവിശേഷതകൾ. ഇറ്റ് വാസ് ദ ബ്രിട്ടീഷ് ഹൂ സ്റ്റാർട്ടഡ് റെയിൽ ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ദേ ട്രാൻസ്പോർട്ടഡ് റോ മെറ്റീരിയൽസ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ഫ്രം ഇന്ത്യ ടു യൂറോപ്പ് ബൈ സീ. അവർ ഇന്ത്യയിൽ നിന്ന് റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കളും അതുപോലെ നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി വിഭവങ്ങളുമൊക്കെ കടൽ മാർഗമാണ് യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നത്. റെയിൽ ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ വാസ് സ്റ്റാർട്ടഡ് ആസ് എ മീൻസ് ടു ട്രാൻസ്പോർട്ട് ദീസ് ഗുഡ്സ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ടു ദ പോർട്സ്. ഈ വസ്തുക്കളും വിഭവങ്ങളുമൊക്കെ തുറമുഖങ്ങളിൽ എത്തിക്കാനുള്ള ഒരു സംവിധാനം എന്ന നിലയിലാണ് അവർ റെയിൽ ഗതാഗതം ഇന്ത്യയിൽ ആരംഭിച്ചത്. തുറമുഖത്ത് ഇതെത്തിക്കണമെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യം റെയിൽ ഗതാഗതമാണെന്ന് കണ്ടെത്തിയാണ് അവരിത് ആരംഭിച്ചത്. അടുത്ത 2 ചിത്രങ്ങളുണ്ട്. ഇന്ത്യാസ് ഫസ്റ്റ് റെയിൽവേ, ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത എവിടെയാണ്? ബോംബെ, മുംബൈ എന്നറിയപ്പെടുന്ന സ്ഥലം. ടു താനെ, ബോംബെ ടു താനെ ആയിരുന്നു 1853 ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ. അടുത്ത ചിത്രം ഫസ്റ്റ് റെയിൽവേ ഇൻ കേരളത്തിലെ ആദ്യത്തെ റെയിൽപാതയാണ് കാണുന്നത്. ബേപ്പൂർ ടു തിരൂർ, ബേപ്പൂർ മുതൽ തിരൂർ വരെ 1861 ആരംഭിച്ചു കേരളത്തിൽ. ദ റെയിൽവേസ് ഈസ് ദ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് people mainly
rely on for their daily travel, transportation of goods and leisure trips. ദൈനംദിന യാത്ര, അതായത് ദിവസമുള്ള യാത്രയ്ക്കും അതുപോലെ ചരക്ക് നീക്കത്തിനും വിനോദയാത്രകൾക്കും ഒക്കെ ജനങ്ങൾ പ്രധാനമായിട്ടും ആശ്രയിക്കുന്ന ഒരു സംവിധാനമാണ്, ഗതാഗത സംവിധാനമാണ് റെയിൽവേ. എ ബ്രോഡ് ആൻഡ് എക്സ്റ്റെൻസീവ് റെയിൽവേ നെറ്റ്വർക്ക് എക്സിസ്റ്റ് ഇൻ ഇന്ത്യ. അതുകൊണ്ട് തന്നെ വളരെ വിപുലമായ റെയിൽവേ ശൃംഖല നമുക്ക് ഉണ്ട്, ഇന്ത്യയിൽ നിലവിലുണ്ട്. ഇന്ത്യ ഈസ് വൺ ഓഫ് ദ കൺട്രീസ് വിത്ത് ദ ലോങ്ങസ്റ്റ് റെയിൽവേ സിസ്റ്റം ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയുടേത്. ദ മെട്രോ റെയിൽ സിസ്റ്റം ഹാസ് ബീൻ ലോഞ്ച്ഡ് ഇൻ മേജർ സിറ്റീസ് ഇൻ ഇന്ത്യ, ഇംപ്രൂവ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ആൻഡ് റെഡ്യൂസ് എയർ പൊല്യൂഷൻ. അതായത് നമ്മുടെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും അന്തരീക്ഷ മലിനീകരണമൊക്കെ കുറയ്ക്കുന്നതിനുമൊക്കെ ആയിട്ട് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ ഇപ്പോൾ മെട്രോ റെയിൽ സംവിധാനവും ആരംഭിച്ചിട്ട് ഉണ്ട്. എന്താണ് ഇനി മെട്രോ റെയിൽ? മെട്രോ റെയിൽ വാസ് സ്റ്റാർട്ടഡ് ടു സോൾവ് ദ ട്രാഫിക് ഇഷ്യൂസ് ഇൻ ബിഗ് സിറ്റീസ് ആൻഡ് റെഡ്യൂസ് എയർ പൊല്യൂഷൻ. വൻ നഗരങ്ങളിലെ യാത്രാക്ലേശവും അതുപോലെ അന്തരീക്ഷ മലിനീകരണവും ഒക്കെ പരിഹരിക്കുന്നതിനും കുറയ്ക്കുന്നതിനും ഒക്കെ ആയിട്ടാണ് മെട്രോ റെയിൽ ആരംഭിച്ചത്. മെട്രോ റെയിൽ സിസ്റ്റം എക്സിസ്റ്റ് ഇൻ ഓൾ ദ മേജർ സിറ്റീസ് ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിങ് കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ ആൻഡ് കൊച്ചി. അതായത് കൊൽക്കത്തയും ഡൽഹിയും മുംബൈയും ബംഗളൂരു, ചെന്നൈ, കൊച്ചി തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം ഇന്ന് മെട്രോ റെയിൽ സംവിധാനം നിലവിലുണ്ട്. കേരളത്തിലെ കൊച്ചിയിലുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും അഭിമാനിക്കാവുന്ന കാര്യം. അഡ്വാൻറ്റേജസ് ഓഫ് റെയിൽ ട്രാൻസ്പോർട്ട്. റെയിൽ ഗതാഗതത്തിൻ്റെ മേന്മകളാണ് ഇനി ചോദിക്കുന്നത്. ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ടു ക്യാരി മോർ പീപ്പിൾ. ആദ്യത്തെ മേന്മ എന്താണ്? കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ്. അതുപോലെ ഹെൽപ്സ് ടു മൂവ് ബൾക്ക് എമൗണ്ട് ഓഫ് ഗുഡ്സ്. കൂടുതൽ ചരക്ക് നീക്കത്തിന് സാധിക്കും. അതുപോലെ പ്ലേസ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ദ ഗ്രോത്ത് ഓഫ് ഇക്കണോമിക് സിസ്റ്റം. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിലും നമ്മുടെ റെയിൽ ട്രാൻസ്പോർട്ട്, റെയിൽ ഗതാഗതം സഹായിക്കുന്നുണ്ട്. അതുപോലെ കാർഷിക മേഖലയിൽ അഗ്രികൾച്ചർ സെക്ടർ, ടു ഹെൽപ്പ് ദ അഗ്രികൾച്ചർ സെക്ടർ. അതുപോലെ ട്രേഡ്, ദ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേഡ്, ഇതിനൊക്കെ ആര് സഹായിക്കുന്നു? അതെല്ലാം നമ്മുടെ റെയിൽ ട്രാൻസ്പോർട്ടിൻ്റെ അഡ്വാൻറ്റേജസ് ആണെന്ന് പറയാം. ഇനി ഒബ്സർവ് ദ ട്രാൻസ്പോർട്ട് മാപ്പ് ഓഫ് കേരള given at the end of this chapter, page 131. List out the districts without rail transport in your notebook. 131 പേജ്, ഈ ചാപ്റ്ററിൻ്റെ 131 പേജിൽ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്. ആ ഭൂപടം നിങ്ങൾ നോക്കിയിട്ട് എന്താണ് കണ്ടെത്തേണ്ടത്? റെയിൽ ഗതാഗതം ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ചിത്രം, റെയിൽ ഗതാഗതം ഇല്ലാത്തത്. അപ്പം ഇൻഡെക്സിൽ നോക്കുക, റെയിൽവേയുടെ ചിഹ്നം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതില്ലാത്ത ജില്ല ഏതാണെന്നാണ് കൂട്ടുകാർ കണ്ടെത്തേണ്ടത്. നോക്കിയാട്ടെ, ആ ചിഹ്നമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? മുകളിൽ നിന്ന് നോക്കുക. അതായത് ഇടുക്കി, വയനാട്. നോക്കിയാട്ടെ, ഇടുക്കിയിലും വയനാട്ടിലും എന്തില്ല? റെയിൽവേ സിസ്റ്റം ഇല്ല. അതാണ് ഈ ഭൂപടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇടുക്കി, വയനാട്, അതാണ് അവിടുത്തെ ഉത്തരം. ഇനി വീണ്ടും തിരിച്ച് പഴയ ഭാഗത്തേക്ക് പോവുക. ഇടുക്കിയിലും വയനാട്ടിലുമാണ് കേരളത്തിൽ റെയിൽപാതകൾ ഇല്ലാത്തത്. അടുത്തത് വാട്ടർ ട്രാൻസ്പോർട്ടാണ്, ജലഗതാഗതം. അവിടുത്തെ ചിത്രങ്ങൾ നോക്കുക. ഒബ്സർവ് ദ പിക്ചേഴ്സ്. എന്താണ് ആദ്യത്തെ ഇങ്ങനെ കയറ് വലിച്ചുള്ള യാത്ര, അങ്ങോട്ട് കയറ് വലിച്ച അപ്പുറം ചെല്ലുക, അതായിരുന്നു ആദ്യത്തെ സംവിധാനം. പിന്നീട് ചരക്കുകൾ കൊണ്ടുപോകുന്നു വള്ളത്തിൽ, പിന്നെ മത്സരം, പിന്നെ കൊട്ടവഞ്ചി പോലെയുള്ള സംവിധാനം, ഫിഷിങ്, ഹൗസ് ബോട്ട് ഒക്കെയാണ് കാണുന്നത്.
ഫോർ വാട്ട് പർപ്പസസ് ഡു ഹ്യൂമൻസ് ഡിപ്പെൻഡ് ഓൺ വാട്ടർ ട്രാൻസ്പോർട്ട്? ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് മനുഷ്യർ ജലഗതാഗതത്തെ ആശ്രയിക്കുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. ട്രാവൽ, യാത്ര അല്ലേ, സഞ്ചാരം. അതുപോലെ ഇതാണ് ഫോർ ടൂറിസം, അതായത് വിനോദസഞ്ചാരത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ടു ട്രാൻസ്പോർട്ട് ഗുഡ്സ്, അതായത് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. ഫോർ ഫിഷിംഗ്, മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഫോർ കോമ്പറ്റീഷൻസ്, അതായത് മത്സരങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് മനുഷ്യൻ ജലഗതാഗതത്തെ ആശ്രയിക്കുന്നത്. അതായത് ട്രാവൽ, ഫോർ ടൂറിസം, ടു ട്രാൻസ്പോർട്ട് ഗുഡ്സ്, ഫോർ ഫിഷിംഗ്, ഫോർ കോമ്പറ്റീഷൻ. ഇനി ചോദിച്ചേക്കുന്നത് വാട്ട് കുഡ് ഹാവ് ബീൻ ദ സർക്കംസ്റ്റൻസസ് ദാറ്റ് ലെഡ് ഹ്യൂമൻസ് ടു ഡിസ്കവർ ദ മോഡ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്? ജലഗതാഗത മാർഗങ്ങൾ കണ്ടെത്താൻ മനുഷ്യരെ പ്രേരിപ്പിച്ച സാഹചര്യം എന്തെല്ലാം ആയിരിക്കും? ഇതൊക്കെയാണ് ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ് വെർ നോട്ട് ഏബിൾ ടു ക്രോസ് വാട്ടർ ബോഡീസ് മൈറ്റ് ഹാവ് ലെഡ് ടു ദ കൺസെപ്റ്റ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്. എന്താ അവരെ എങ്ങനെ ചിന്തിപ്പിക്കാൻ കാരണം? മനുഷ്യർക്കും മൃഗങ്ങൾക്കും ജലാശയങ്ങൾ മുറിച്ചു കടക്കാൻ കഴിയാത്ത സാഹചര്യം ആയിരിക്കാം ജലഗതാഗതം എന്ന ആശയത്തിലേക്ക് എത്തിച്ചത്. ഹ്യൂമൻസ് ഹു യൂസ്ഡ് റാഫ്റ്റ്സ് ആൻഡ് ലോഗ്സ് മെയ്ഡ് കാനോയ്സ് ബൈ ഹോളോയിങ് ഔട്ട് ദ പിത്ത് ഓഫ് ലോഗ്സ് ബൈ ബേണിംഗ് ദം. അതായത് ഒറ്റത്തടിയും ചങ്ങാടങ്ങളും ഉപയോഗിച്ചിരുന്ന മനുഷ്യർ മരത്തടിയുടെ മധ്യഭാഗം എന്ത് ചെയ്തു? തീയിട്ട് കരിച്ച് പൊള്ളയാക്കിയാണ് ആദ്യകാലത്ത് തോണികൾ നിർമ്മിച്ചിരുന്നത്. ഇവിടെ ഒരു എന്താണ് പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ, കാനോയ് ഓഫ് ദ ഏൻഷ്യൻ പീരീഡ്, ആദ്യകാലത്തെ തോണി. അപ്പം അവിടെ മുകൾ ഭാഗം എന്ത് ചെയ്തു? അവർ കത്തിച്ച് കളഞ്ഞിട്ട് അത് തോണിയുടെ ആകൃതിയിലാക്കിയാണ് അവർ ആദ്യകാലത്ത് യാത്ര ചെയ്തത്. ലേറ്റർ ദ ഇൻവെൻഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് ടൂൾസ് മെയ്ഡ് കാനോയ് മേക്കിംഗ് ഈസി. പിന്നീട് അതെന്ത് ചെയ്തു? പണിയായുധങ്ങളുടെയൊക്കെ കണ്ടെത്തൽ കൊണ്ട് തോണി നിർമ്മാണം വളരെ എളുപ്പമായി. ഗ്രാജ്വലി വേരിയസ് ടൈപ്സ് ഓഫ് ബോട്ട്സ് ആൻഡ് സെയിലിംഗ് ഷിപ്സ് വെയർ ബിൽറ്റ്. അതായത് ക്രമേണ പലതരത്തിലുള്ള വള്ളങ്ങളും പായ്ക്കപ്പലുകളും ഒക്കെ അവർ നിർമ്മിച്ചു. ദിസ് ഫർദർ ഇംപ്രൂവ്ഡ് വാട്ടർ ട്രാൻസ്പോർട്ട്. ഇത് ജലഗതാഗതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി. വിച്ച് ആർ ദ വാട്ടർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് യു ഹാവ് ട്രാവൽഡ് ഓൺ? നിങ്ങൾ സഞ്ചരിച്ചിട്ടുള്ള ജലഗതാഗത വാഹനങ്ങൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരുന്നത്. എന്തായാലും കൂട്ടുകാർ ബോട്ടിലും ഹൗസ് ബോട്ടിലും ഒക്കെ യാത്ര ചെയ്തവർ ആയിരിക്കും. പിന്നെ പറഞ്ഞിരിക്കുന്നത് മേക്ക് മോഡൽസ് ഓഫ് വേരിയസ് വാട്ടർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് യൂസിങ് അവൈലബിൾ എക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽസ് ആൻഡ് ഡെമോൺസ്ട്രേറ്റ് ദം ഇൻ ദ ക്ലാസ്. നിങ്ങൾക്ക് പരിചയമായ പരിസ്ഥിതി സൗഹൃദ വസ്തുക്കളുണ്ടായത്, അതായത് കടലാസ്, പേപ്പറും അതുപോലെ ഓല കൊണ്ടും അതുപോലെ തടി കൊണ്ടോ അല്ലെങ്കിൽ ചെളി, മണ്ണ് കൊണ്ട് ഒക്കെ ഉണ്ടാക്കുന്ന അല്ല ചിരട്ട കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഈ മോഡലിലെ വള്ളങ്ങൾ അല്ലേ, തോണികൾ. അത് ഉണ്ടാക്കി പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാർക്ക് അറിയാമെങ്കിൽ അതുപോലെ ചെയ്യുക. മെസപ്പൊട്ടോമിയൻ പീപ്പിൾ യൂസ്ഡ് വാട്ടർ ക്രാഫ്റ്റ്സ് സച്ച് ആസ് ഷിപ്സ് ഫോർ ട്രേഡ്. മെസപ്പൊട്ടോമിയൻ ജനത വ്യാപാര രംഗത്ത്, അതായത് കച്ചവട രംഗത്ത് കപ്പലുകൾ പോലെയുള്ള ജലയാനങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ദേ ബിൽറ്റ് ബോട്ട്സ് ഓഫ് വേരിയസ് സൈസസ് ദാറ്റ് വെയർ പ്രൊപ്പൽഡ് ബൈ ഓർസ് ആൻഡ് ലോങ് പോൾസ്. എങ്ങനെയാണ്? തുഴകളാലും നീളം കമ്പുകളാലും ഒക്കെ മുന്നോട്ട് നീക്കിക്കൊണ്ടു പോകുന്ന വിവിധ വലുപ്പത്തിലുള്ള ജലയാനങ്ങൾ ഇവർ നിർമ്മിച്ചു. ദീസ് വെയർ യൂസ്ഡ് ഫോർ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ആൻഡ് നാവിഗേഷൻ. ഇതാണ് ചരക്ക് കൊണ്ടുപോകുന്നതിനും സഞ്ചാരത്തിനുമായിട്ട് അവർ ഉപയോഗിച്ചത്. റെമനൻസ് ഓഫ് ഡോക്യാർഡ്സ് ഹാവ് ബീൻ ഫൗണ്ട് അറ്റ് ലോത്തൽ ഇൻ ഗുജറാത്ത്, എ സൈറ്റ് ഓഫ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ. സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ഗുജറാത്തിലെ ലോത്തലിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ ഡോക്യാർഡിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ദ ഇൻസിഗ്നിയ ഓഫ് ബോട്ട് വെയർ ട്രേസ്ഡ് ഓൺ സീൽസ് എക്സ്കവേറ്റഡ് ഫ്രം ലോത്തൽ ആൻഡ് മെസപ്പൊട്ടോമിയൻ സീൽസ് ഫൗണ്ട് അറ്റ് ഹാരപ്പ. ലോത്തലിൽ നിന്ന് കണ്ടെത്തിയ മുദ്രകളിലും അതുപോലെ ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയ മെസപ്പൊട്ടോമിയൻ മുദ്രകളിലും ബോട്ടിൻ്റെ രൂപങ്ങൾ പതിച്ചിട്ടുണ്ട്. ഫ്രം ദിസ് ഇറ്റ് ഈസ് എവിഡൻറ്റ് ദ വാട്ടർ ട്രാൻസ്പോർട്ട് എക്സിസ്റ്റഡ് ദെൻ. ഇത് അക്കാലത്ത് ജലഗതാഗതം നിലനിന്നിരുന്നതിന് തെളിവുകളാണ്. വാട്ടർ ട്രാൻസ്പോർട്ട് ഉണ്ട്. ഷിപ്പ് ബിൽഡിംഗ് സെൻറ്റർ ലോത്തലിലെ
ചിത്രം, ലോകത്തിലെ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാട്ടർ ട്രാൻസ്പോർട്ട് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു ടു ഇൻലാൻഡ് ആൻഡ് മാരിടൈം. ജലഗതാഗതത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ഉൾനാടൻ ജലഗതാഗതമെന്നും സമുദ്ര ജലഗതാഗതമെന്നും. ബിഫോർ ദ അഡ്വെൻറ്റ് ഓഫ് റെയിൽവേസ്, ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് വാസ് ദ മെയിൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ. റെയിൽവേയുടെ കടന്നുവരവിന് മുമ്പ് ഇന്ത്യയിലെ പ്രധാന ഗതാഗത മാർഗം ഏതായിരുന്നു? ഉൾനാടൻ ജലഗതാഗതം ആയിരുന്നു. ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡെവലപ്ഡ് ഇൻ ഏരിയാസ് വെയർ ദെയർ വെയർ പ്ലെൻറ്റി ഓഫ് റിവേഴ്സ് ആൻഡ് ബാക്ക് വാട്ടേഴ്സ്. നദികളും കായലുകളും ധാരാളമുള്ള പ്രദേശങ്ങളിലാണ് ഉൾനാടൻ ജലഗതാഗതം പുരോഗതി പ്രാപിച്ചത്. ലേറ്റർ കനാൽസ് വെയർ കൺസ്ട്രക്റ്റഡ് ഫോർ ദിസ് പർപ്പസ്. പിന്നെ ഇതിനായിട്ട് കനാലുകൾ നിർമ്മിക്കപ്പെട്ടു. ഇനിയും കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത പാതയെ പറ്റിയാണ് പറയുന്നത്. ഇൻലാൻഡ് വാട്ടർവേസ് ഓഫ് കേരള. നാഷണൽ വാട്ടർവേ നമ്പർ 3 ഫ്രം കൊല്ലം ടു കോട്ടപ്പുറം ആൻഡ് കനോലി കനാൽ ഫ്രം കോഴിക്കോട് ടു കൊടുങ്ങല്ലൂർ ആർ ദ 2 ഇമ്പോർട്ടൻറ്റ് ഇൻലാൻഡ് വാട്ടർവേസ് ഇൻ കേരള. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയപാത, ജലപാത നമ്പർ 3. അതുപോലെ കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ. ഇവയൊക്കെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ഉൾനാടൻ ജലഗതാഗത പാതകൾ. Until the railway system got strengthened, goods transport was mainly depend on these waterways. പ്രധാനപ്പെട്ട കേരളത്തിലെ അതുപോലെ റെയിൽ സംവിധാനം ശക്തിപ്പെടുന്നത് വരെ ചരക്ക് നീക്കത്തിന് പ്രധാനമായിട്ടും അവർ ഈ ജലപാതകളെയാണ് ആശ്രയിച്ചത്. Nowadays, inland waterways attract considerable number of tourists. ഇന്ന് ഉൾനാടൻ പാതകളാണ് വിനോദസഞ്ചാരികളെ വൻതോതിൽ ആകർഷിക്കുന്നത്. കേരളത്തിലേക്ക് ആകർഷിക്കാൻ കാരണം എന്താണ്? ഉൾനാടൻ ജലഗതാഗതം ആണ്. യൂറോപ്യൻസ് ഗവ് ഇമ്പോർട്ടൻസ് ടു വാട്ടർ ട്രാൻസ്പോർട്ട് ടു ഇംപ്രൂവ് ട്രേഡ് വിത്ത് ഇന്ത്യ. ഇന്ത്യയുമായുള്ള കച്ചവടം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് യൂറോപ്യർ ജലഗതാഗതത്തിനാണ് പ്രാധാന്യം നൽകിയത്. യൂറോപ്യൻസ് ബിൽറ്റ് കനാൽസ് ആസ് എ മീൻസ് ടു ട്രാൻസ്പോർട്ട് കോൾ ടു സിറ്റീസ്. നഗരങ്ങളിലേക്ക് കൽക്കരി കൊണ്ടുപോകുന്നതിനുള്ള മാർഗം എന്ന നിലയിലാണ് ഈ യൂറോപ്യൻസ് ആദ്യകാലങ്ങളിൽ കനാലുകൾ നിർമ്മിച്ചത്. ഗ്രാജുവലി സച്ച് കനാൽസ് ബിഗാൻ ടു ബി യൂസ്ഡ് മെയിൻലി ഫോർ വാട്ടർ ട്രാൻസ്പോർട്ട്. പിന്നീട് ക്രമേണ ഇത്തരം കനാലുകൾ ജലയാത്രയ്ക്കായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. കനോലി കനാൽ, പാർവതി പുത്തനാർ എക്സെട്ര ആർ സം ഓഫ് ദ കനാൽസ് ബിൽറ്റ് ഇൻ കേരള. അങ്ങനെ കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകളാണ് കനോലി കനാലും പാർവതി പുത്തനാർ തുടങ്ങിയ കനാലുകളും. ആലപ്പുഴ നോണാസ് വെനീസ് ഓഫ് ദ ഈസ്റ്റ് ഹാസ്മീനിക് കനാൽസ്. കിഴക്കിൻ്റെ വെനീസ് എന്ന് അറിയപ്പെടുന്ന നമ്മുടെ ആലപ്പുഴയിലാണ് ധാരാളം കനാലുകൾ ഉള്ളത്. അടുത്ത ചിത്രം കനോലി കനാലിൻ്റെയാണ്. H.V. Kanoli, the district collector of Malabar during the British rule, proposed a broad waterway from Kozhikode to Kodungalur in 1845. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടറായിരുന്ന HV കനോലി 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ജലഗതാഗത മാർഗമെന്ന ആശയം മുന്നോട്ട് വെച്ചു. Later canals were built connecting the rivers up to Kodungalur, including പൊന്നാനി ആൻഡ് ചാവക്കാട് റീജിയൻസ്. അതായത് പിന്നീട് അത് പൊന്നാനി ചാവക്കാട് ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കനാലുകൾ നിർമ്മിച്ചു. ദിസ് വാട്ടർ വേ thereafter was known as കനോലി കനാൽ. ഈ ജലപാത പിന്നീട് കനോലി കനാൽ എന്ന് അറിയപ്പെട്ടു. ഇനിയും പാർവതി പുത്തനാർ എന്താണ്? പാർവതി പുത്തനാർ ഈസ് എ കനാൽ കണക്റ്റിംഗ് വേളി കഠിനകുളം ബാക്ക് വാട്ടേഴ്സ് ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്ട്. തിരുവനന്തപുരം ജില്ലയിലെ വേളി കഠിനകുളം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാൽ പാതയാണ് പാർവതി പുത്തനാർ. ഇൻ ദ പാസ്റ്റ് ഇൻ്റർനാഷണൽ ട്രാവൽ ആൻഡ് ഗുഡ്സ് ട്രാൻസ്പോർട്ട് വെയർ മോസ്റ്റ്ലി ഡിപ്പെൻഡ് ഓൺ മാരിടൈം ട്രാൻസ്പോർട്ട്. മുൻകാലങ്ങളിൽ രാജ്യാന്തര യാത്രകൾക്കും ചരക്ക് നീക്കത്തിനും ഏറ്റവും അധികം ആശ്രയിച്ചത് സമുദ്രഗതാഗതത്തെ ആയിരുന്നു. The invention of sailing ships navigated with the help of wind has improved maritime transport. കാറ്റിൻ്റെ ദിശാശക്തി കൊണ്ട് സഞ്ചരിക്കുന്ന പായ്ക്കപ്പലുകളുടെ കണ്ടുപിടുത്തം സമുദ്രഗതാഗതത്തെ ഒന്നുകൂടി മെച്ചപ്പെടുത്തി. That marked an increase in the number of voyages to other
കൺട്രീസ്. അതോടെ മറ്റു ദേശങ്ങളിലേക്കുള്ള യാത്രകൾ അങ്ങ് വർദ്ധിച്ചു. വിത്ത് ദ ഇൻവെൻഷൻ ഓഫ് സ്റ്റീം എൻജിൻ, സ്റ്റീം പവേർഡ് സെയിലിംഗ് ഷിപ്സ് വെയർ ബിൽറ്റ് ആൻഡ് സീ വോയേജസ് ബിക്കെയും സേഫർ. അതായത് ആവിയന്ത്രത്തിൻ്റെ കണ്ടെത്തലോടുകൂടി ആവിശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കപ്പലുകളും അതുപോലെ കടലാത്ര കൂടുതൽ സുരക്ഷിതമാക്കാനും ഒക്കെ സഹായിച്ചു. ലേറ്റർ ഫ്യുവൽ പവേർഡ് ഷിപ്സ് കെയിം ഇൻ ടു ബീയിങ്. പിന്നീട് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന കപ്പലുകളും നിർമ്മിക്കപ്പെട്ടു. അതായത് ആദ്യം സെയിൽ ഷിപ്പ്, അതായത് പായ്ക്കപ്പലും പിന്നെ ഷിപ്പ് കപ്പലുകളും നിർമ്മിക്കാൻ ആർക്ക് കഴിഞ്ഞു? മനുഷ്യന് കഴിഞ്ഞു ക്രമേണ. മാരിടൈം ട്രാൻസ്പോർട്ട് ഈസ് പോസിബിൾ ത്രൂ കോസ്റ്റൽ വാട്ടർവേസ് ആൻഡ് ഇൻ്റർനാഷണൽ വാട്ടർവേസ്. സമുദ്രജലാഗതം സാധ്യമാകുന്നത് തീരദേശ ജലപാതയിലൂടെയും അന്താരാഷ്ട്ര ജലപാതയിലൂടെയും ആണ്. കോസ്റ്റൽ വാട്ടർവേസ് ട്രാൻസ്പോർട്ട് ഗുഡ്സ് ആൻഡ് പാസഞ്ചേഴ്സ് ബിറ്റ്വീൻ പോർട്സ് ലൊക്കേറ്റഡ് ഓൺ ദ കോസ്റ്റ് ഓഫ് ദ കൺട്രി. രാജ്യത്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾക്കിടയിൽ ചരക്കുകളെയും യാത്രക്കാരെയും കൊണ്ടുപോകുന്നത് തീരദേശ ജലപാതകൾ വഴിയാണ്, കോസ്റ്റൽ വാട്ടർവേസ് വഴിയാണ്. ബട്ട് ഗുഡ്സ് ആൻഡ് പാസഞ്ചേഴ്സ് ആർ ട്രാൻസ്പോർട്ടഡ് ബിറ്റ്വീൻ പോർട്സ് ഓഫ് അതർ കൺട്രീസ് ത്രൂ ഇൻ്റർനാഷണൽ വാട്ടർവേസ്. എന്നാൽ മറ്റു രാജ്യങ്ങളുടെ തുറമുഖങ്ങൾക്കിടയിൽ ചരക്ക് നീക്കത്തിനും യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനും അന്താരാഷ്ട്ര ജലപാതയാണ് ഉപയോഗിച്ചത്. ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സ് ടേക്ക് പ്ലേസ് മെയിൻലി ത്രൂ ദിസ് വാട്ടർവേ. ഇറക്കുമതിയും കയറ്റുമതിയും പ്രധാനമായി നടക്കുന്നതും ഈ ജലപാതയിലൂടെ ആണ്, അതായത് ഇൻ്റർനാഷണൽ വാട്ടർവേസിലൂടെ ആണ്. ഇനി ചോദിച്ചേക്കുന്നത് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്. എന്താണ് ജലഗതാഗതത്തിൻ്റെ മേന്മകൾ, അഡ്വാൻറ്റേജ്? ഫസ്റ്റ് വൺ, റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ് ആണ്, അല്ലേ? നമ്മൾ നോക്കുമ്പം താരതമ്യേന ചിലവ് കുറഞ്ഞതാണ്. അതുപോലെ ലോ ലെവൽ ഓഫ് പൊല്യൂഷൻ, അതായത് മലിനീകരണം കുറവാണ്. അതുപോലെ ഇൻ്റർനാഷണൽ ട്രേഡ് സാധിക്കും, വിദേശ വ്യാപാരം നടക്കും. അതുപോലെ ഫോറിൻ ട്രേഡ് നടക്കും. അതുപോലെ ഫ്രീ ട്രാൻസ്പോർട്ടബിലിറ്റി, അതായത് ചരക്ക് കൊണ്ടുപോകാനുള്ള കൂടുതലായിട്ട് കൊണ്ടുപോകാനും എന്തിനു സാധിക്കും? വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജാണ് ഫ്രീ ട്രാൻസ്പോർട്ടബിലിറ്റി. അപ്പോൾ റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ്, ലോ ലെവൽ പൊല്യൂഷൻ, അതുപോലെ ഫ്രീ ട്രാൻസ്പോർട്ടബിലിറ്റി, അതുപോലെ തന്നെ ഫോറിൻ ട്രേഡ്, ഇതൊക്കെയാണ് ജലഗതാഗതത്തിൻ്റെ മേന്മകൾ. ഇനി ചോദിച്ചിട്ടുണ്ട് എ പോർട്ട്, അതായത് ഹാർബർ ഈസ് എ പ്ലേസ് വേർ എ ഷിപ്പ് ഡോക്സ് ഓൺ ദ സീഷോർ. സമുദ്രതീരത്ത് കപ്പലടുപ്പിക്കുന്ന സ്ഥലമാണ് തുറമുഖം. വിച്ച് ആർ ദ മേജർ പോർട്ട്സ് ഇൻ കേരള. കേരളത്തിലെ പ്രധാന തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? എങ്ങനെ കണ്ടെത്തും? ഫൈൻഡ് ദം ഔട്ട് ഓഫ് ഒബ്സർവിങ് ദ ട്രാൻസ്പോർട്ട് മാപ്പ് ഓഫ് ദ എൻഡ് ഓഫ് ദ ചാപ്റ്റർ. ഈ അധ്യായത്തിൻ്റെ അവസാനമുള്ള ഗതാഗത ഭൂപടം നിരീക്ഷിച്ചിട്ട് അത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. മുമ്പേ നമ്മൾ ആ ചിത്രം കണ്ടതാണ്. റെയിൽവേ സിസ്റ്റം ഇല്ലാത്ത ജില്ലകൾ കണ്ടെത്താൻ വേണ്ടി ആ സെയിം ഭൂപടം തന്നെ വീണ്ടും കാണുക. അതുണ്ട്, ഇവിടെ ഹാർബറിൻ്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹാർബർ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. അതുണ്ട്, ഇവിടെ കൊച്ചി ഹാർബർ, പിന്നെ താഴെ വിഴിഞ്ഞം ഹാർബർ. അപ്പോൾ അവിടുത്തെ ഉത്തരം എന്തൊക്കെയാണ്? കൊച്ചിയും വിഴിഞ്ഞം. കൊച്ചി ഹാർബർ ആൻഡ് വിഴിഞ്ഞം ഹാർബർ, അതാണ് അവിടുത്തെ ആൻസർ. അപ്പോൾ ഇത്രയും പാഠഭാഗം കുട്ടികൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗം ഏതാണ്? എയർ ട്രാൻസ്പോർട്ടാണ്. എയർ ട്രാൻസ്പോർട്ട് വ്യോമഗതാഗതം. ശ്രദ്ധിക്കുക, വ്യോമഗതാഗതം. ഇവിടെ ഒരു കഥയാണ് കൊടുത്തിരിക്കുന്നത്. ജാക്വസ് മോൺഗോൾഫിയർ വാസ് ദ ഓണർ ഓഫ് എ പേപ്പർ ഫാക്ടറി ഇൻ ഫ്രാൻസ്. ഫ്രാൻസിലെ ഒരു കടലാസ് ഫാക്ടറി ഉടമയായിരുന്നു ആര്? ജാക്വസ് മോണ്ട് ഗോൾഫിയർ. ജാക്വസ് വൈഫ് ലിറ്റ് എ ഫയർ അണ്ടർ ദ ഹാങ് വെറ്റ് ക്ലോസ് ടു ഡ്രൈ ദം ക്വിക്കിലി. നനഞ്ഞ വസ്ത്രം പെട്ടെന്ന് ഉണക്കുന്നതിനായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ത് ചെയ്തു? വസ്ത്രത്തിന് താഴെ തീ കൂട്ടി കത്തിച്ചു. He was surprised to see the clothes that laid out to dry were flying up in the sky. അപ്പോൾ ഉണങ്ങാനിട്ടിരുന്ന വസ്ത്രം ആകാശത്തേക്ക് പറന്നുയരുന്നത് അദ്ദേഹത്തിൽ അതിശയമുളവാക്കി. ഈ തീയിട്ട് കഴിഞ്ഞപ്പോൾ ഇത് മുകളിലേക്ക് ഉയരുന്നത് അദ്ദേഹം കണ്ടു. The sight made Jacques think a lot.
ആ കാഴ്ച അദ്ദേഹത്തെ ഏറെ ചിന്തിപ്പിച്ചു. He had no rest for the next few days. അടുത്ത കുറച്ച് ദിവസത്തേക്ക് അദ്ദേഹത്തിന് എന്തുണ്ടായില്ല? വിശ്രമം ഉണ്ടായില്ല. Together with his brother Joseph Montgolfier, Jacques made a giant balloon. തൻ്റെ സഹോദരനായ ജോസഫ് മോൺഗോൾഫിയറുമായിട്ട് ചേർന്ന് ജാക്വസ് എന്ത് ചെയ്തു? ഒരു കൂറ്റൻ ബലൂൺ ഉണ്ടാക്കാൻ തുടങ്ങി. The hot air-filled balloon rose up in the air, surprising them. ചൂടുവായു നിറച്ച ആ ബലൂണ് അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുകളിലേക്ക് ഉയർന്നു. ആഫ്റ്റർ ദാറ്റ് ദേ പ്ലേസ്ഡ് ദ ബാസ്ക്കറ്റ് ഇൻ ദ ലോവർ പാർട്ട് ഓഫ് ദ ബലൂൺ. അതിനുശേഷം അവരെന്ത് ചെയ്തു? ബലൂണിൻ്റെ കീഴ്ഭാഗത്തൊരു കുട്ട വെച്ച് പിടിപ്പിച്ചു. എന്നിട്ട് ആൻഡ് ദ ചിക്കൻസ് ആൻഡ് ഡഗ്സ് ഫ്രം ഹിസ് ഹൗസ് വെയർ മെയ്ഡ് ടു ഫ്ലൈ. അവരുടെ വീട്ടിലെ കോഴിയെയും താറാവിനെയൊക്കെ യാത്രക്കാരാക്കി അതിലെ. Then Jacques and Joseph flew over the city of Paris in the balloon vehicles for half an hour. അതിനുശേഷം തുടർന്ന് ജാക്വസും ജോസഫും ആ ബലൂൺ വാഹനത്തിൽ പാരീസ് നഗരത്തിന് മുകളിലൂടെ അരമണിക്കൂർ പറന്നു. ഹോപ്പ് യു റീഡ് ദ നോട്ട്. കുറിപ്പ് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ദിസ് ഇൻസിഡൻറ്റ് ഓഫ് 1783 മാർക്ക്ഡ് ദ ബിഗിനിങ് ഓഫ് ഏവിയേഷൻ. ഈ 1783 ഈ സംഭവമാണ് പിന്നീട് ആകാശയാത്രയ്ക്ക് തുടക്കമിട്ടത്. ബലൂൺസ് ഫിൽഡ് വിത്ത് ഹോട്ട് എയർ വെയർ ഫസ്റ്റ് യൂസ്ഡ് ബൈ ഹ്യൂമൻസ് ഫോർ ഏരിയൽ ട്രാവൽ. അതായത് ചൂടുവായു നിറച്ച ബലൂണുകളാണ് മനുഷ്യർ ആകാശയാത്രയ്ക്ക് ആദ്യം ഉപയോഗിച്ചത്. ലേറ്റർ എയർഷിപ്സ് വെയർ ബിൽറ്റ് ബൈ ഫില്ലിംഗ് ലാർജ് ബലൂൺസ് വിത്ത് ഗ്യാസസ് ഓഫ് ലോ ഡെൻസിറ്റി. സാന്ദ്രത കുറഞ്ഞ വാതകങ്ങൾ പിന്നീട് അവർ ഉപയോഗിക്കുകയും ആ ബലൂണിൽ നിറയ്ക്കുകയും അത് പിന്നെ ആകാശക്കപ്പലുകളായിട്ട് നിർമ്മിക്കുകയും ചെയ്തു. ദെൻ പാരച്യൂട്ട്സ് വെയർ ഇൻവെൻറ്റഡ് ഹെൽപ്പ് ഡിസെൻറ്റ് അറ്റ് എ ലോവർ സ്പീഡ്. പിന്നീട് അതെന്തായി മാറി? തുടർന്ന് വേഗത കുറച്ച് താഴെ എത്താൻ സഹായിക്കുന്ന പാരച്യൂട്ടുകൾ അവർ കണ്ടുപിടിച്ചു. ബട്ട് നൺ ഓഫ് ദീസ് കുഡ് ബി കൺവീനിയൻ്റ്ലി കൺട്രോൾഡ് ആൻഡ് യൂസ്ഡ് ബൈ ഹ്യൂമൻസ്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും, ബലൂണും പാരച്യൂട്ടും അതുപോലെ ആകാശക്കപ്പലും ഒക്കെ ഉണ്ടെങ്കിലും എന്ത് സംഭവിച്ചു? അവിടെ മനുഷ്യർക്ക് സൗകര്യപ്രദമായിട്ട് ഇവയൊന്നും നിയന്ത്രിക്കാൻ സാധിച്ചില്ല. ഈ സ്കൈഷിപ്പും പാരച്യൂട്ടും ഒന്നും. An airplane which can be said to the first type of today's airplane was built by American brothers Orville Wright and Wilbur Wright. അതായത് റൈറ്റ് ബ്രദേഴ്സ്. ഇന്നത്തെ വിമാനത്തിൻ്റെ ആദ്യ രൂപം എന്ന് പറയാവുന്ന തരത്തിൽ വിമാനം നിർമ്മിച്ചത് അമേരിക്കക്കാരായ ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റ് എന്നീ സഹോദരന്മാരാണ്. ദ നെയിം ഓഫ് ദ പ്ലെയിൻ ദേ ബിൽറ്റ് വാസ് ഫ്ലയർ 1. ഇവർ നിർമ്മിച്ച വിമാനത്തിൻ്റെ പേരാണ് ഫ്ലയർ 1. ഫ്ലയർ 1 took off on December 17, 1903 from North Carolina, USA. ഇത് ആദ്യമായിട്ട് പറന്നുയർന്നത് എവിടേക്കാണ്? അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്ന് 1903 ഡിസംബർ 17 ഫ്ലയർ 1 പറന്നുയർന്നത്. ഫ്ലയർ 1ൻ്റെ ചിത്രം ഇവിടെ ഉണ്ട്. കണ്ടുപിടിച്ച ഓർവെൽ റൈറ്റും വിൽബർ റൈറ്റിൻ്റെയും ചിത്രങ്ങളും ഇവിടെയുണ്ട്. In due course, humans were able to build helicopters, jet planes, passenger planes and supersonic aircraft. പിന്നീട് കാലക്രമേണ ഹെലികോപ്റ്ററും ജെറ്റ് വിമാനവും യാത്രാവിമാനവും സൂപ്പർസോണിക് വിമാനവും ഒക്കെ നിർമ്മിക്കാൻ മനുഷ്യർക്ക് സാധിച്ചു. എയർ ട്രാവൽ ഈസ് എ വെരി യൂസ്ഫുൾ മോഡ് ഓഫ് ട്രാവൽ ഫോർ ലോങ് ഡിസ്റ്റൻസ് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ഓഫ് ദ കൺട്രി. രാജ്യത്തിനകത്തും പുറത്തുമൊക്കെ യാത്രകൾക്ക്, ദീർഘദൂര യാത്രകൾക്കൊക്കെ പ്രയോജനപ്പെടുന്ന ഒരു യാത്രാമാർഗമാണ് നമ്മുടെ വ്യോമഗതാഗതം. ഇറ്റ് ഈസ് ഓൾസോ ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അറ്റ് പ്രസൻറ്റ്. ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനവും ഇത് തന്നെ ആണ്. അതുപോലെ തന്നെ എന്താണ്? ദ എയർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഈസ് ഓൾസോ വൈഡ്ലി യൂസ്ഡ് ഫോർ മിലിറ്ററി പർപ്പസസ്. അതുപോലെ സൈനിക ആവശ്യങ്ങൾക്കായിട്ടും നമുക്ക് ഈ സംവിധാനം പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു മേന്മ. ഇനി എയർ ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ വ്യോമഗതാഗതത്തെക്കുറിച്ചാണ്. എയർ ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ സ്റ്റാർട്ടഡ് വിത്ത് ദ ഡോൺ ഓഫ് 20th സെഞ്ച്വറി. 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചത്. ഇൻ 1911 എ പ്ലെയിൻ ക്യാരിയിങ് ലെറ്റേഴ്സ് ടുക്ക് ഓഫ് ഫ്രം അലഹബാദ് ടു നൈനി
which is only to 10 kilometer away, marked the beginning of air transport in India. 1911 അലഹബാദിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം പറന്നുയർന്നതോടെയായിരുന്നു ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് ആദ്യമായിട്ട് ആരംഭിച്ചത്. In 1912, the first international flight to and from India was operated from London to Karachi and from there to Delhi. അതായത് 1912 ഇത് ആരംഭിക്കുകയും 12 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി. ഇന്ത്യാസ് ഫസ്റ്റ് കൊമേഴ്സ് എയർലൈൻ ടാറ്റ എയർലൈൻസ് ഓപ്പറേറ്റഡ് ഇൻ ഫസ്റ്റ് സർവീസ് ഫ്രം കറാച്ചി ടു മുംബൈ ഇൻ 1932. 1932 ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യ സർവീസ് നടത്തി. ടുഡേ ഇന്ത്യ ഹാസ് ബിക്കം വൺ ഓഫ് ദ കൺട്രീസ് വിത്ത് ദ മോസ്റ്റ് എക്സ്റ്റെൻസീവ് എയർ ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് ഇൻ ദ വേൾഡ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വിപുലമായ വ്യോമഗതാഗത ശൃംഖലയിലുള്ള രാജ്യങ്ങളൊന്നായി ഇന്ത്യ മാറിയിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ വ്യോമഗതാഗതം ഒന്ന് വായിച്ച് മനസ്സിലാക്കാനാണ് കൊടുത്തേക്കുന്നത്. ഇവിടെയും ഒബ്സർവ് ദ ട്രാൻസ്പോർട്ട് ഓഫ് കേരള അറ്റ് ദ എൻഡ് ഓഫ് ചാപ്റ്റർ. അവിടെ നമ്മൾ നേരത്തെ കണ്ട ഭൂപടത്തിൽ നിന്ന് എന്ത് കണ്ടെത്തണം? ഇൻ്റർനാഷണൽ എയർപോർട്ടുകൾ കണ്ടെത്തണം. അപ്പോൾ അത് കൂട്ടുകാർ കണ്ടെത്തി വെക്കുക. ഏതൊക്കെയാണ് ഇൻ്റർനാഷണൽ എയർപോർട്ടുകൾ? അതിൻ്റെ ചിഹ്നം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താവുന്നേ ഉള്ളൂ. ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്ലെയിനിൻ്റെ ചിത്രം അല്ലേ? ഇതുണ്ട് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഓഫ് കൊച്ചി. അപ്പോൾ അതെഴുതുക. ഇൻ്റർനാഷണൽ എയർപോർട്ട് ഓഫ് തിരുവനന്തപുരം, അതിൻ്റെ മുകളിൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഓഫ് കോഴിക്കോട്. അപ്പോൾ കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം. ഉത്തരം ഈസി ആയിട്ട് കണ്ടെത്തുക. അതുപോലെ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഓഫ് കണ്ണൂരുണ്ട്, കോഴിക്കോടുണ്ട്, കൊച്ചിയുണ്ട്, തിരുവനന്തപുരമുണ്ട്. ഇത്രയും അവിടെ കണ്ടെത്തി എഴുതണം. കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം. അതാണ് ഇവിടുത്തെ ഉത്തരവായിട്ട് എഴുതേണ്ടത്. ഒബ്സർവ് ദ ട്രാൻസ്പോർട്ട്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് എയർ ട്രാൻസ്പോർട്ട്. എന്താണ് എയർ ട്രാൻസ്പോർട്ടിൻ്റെ വ്യോമഗതാഗതത്തിൻ്റെ മേന്മകൾ? എന്താണ്? ഫസ്റ്റ് വൺ, ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ്. ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗം. കണക്ട്സ് കൺട്രീസ് ഓഫ് ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റ്സ് ആൻഡ് മേക്സ് ദ എർത്ത് എ ഗ്ലോബൽ വില്ലേജ്. അതായത് വിവിധ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുകയും അതുപോലെ ഭൂമിയെ ഒരു ആഗോള ഗ്രാമമാക്കി മാറ്റുകയും ചെയ്യാൻ ആർക്ക് കഴിയുന്നു? വ്യോമഗതാഗതത്തിന് കഴിയുന്നു. യൂസ്ഡ് ഫോർ നാഷണൽ ഡിഫൻസ് സർവീസസ്. അതുപോലെ ദേശീയ പ്രതിരോധത്തിന് ഉപയോഗപ്പെടുത്തുന്നു, യുദ്ധങ്ങൾക്കൊക്കെ. പിന്നെ ടൂറിസം എഴുതാം, വിനോദസഞ്ചാരം. അതുപോലെ വാണിജ്യ വ്യാപനം, അതായത് എന്താണ്? ഇൻ്റർനാഷണൽ ട്രേഡ്. പിന്നെ എന്താണ്? ഫോർ ദ യൂസ് ഓഫ് എന്താണ്? നാച്ചുറൽ കലാമിറ്റീസ് അല്ലേ? പ്രകൃതി ദുരന്തങ്ങളിലൊക്കെ നമ്മൾ രക്ഷാപ്രവർത്തനത്തിനായിട്ടൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നമ്മുടെ എയ്റോപ്ലെയിൻസ് ഉപയോഗിക്കുന്നുണ്ട്. പ്രളയം വരുമ്പോഴും സുനാമി അങ്ങനത്തെ ദുരന്തങ്ങൾക്കൊക്കെ ആൾക്കാർക്ക് ദുരിതാശ്വാസമായി ഓടിയെത്താൻ, വേഗതയിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു ട്രാൻസ്പോർട്ട് ഏതാണ്? എയർ ട്രാൻസ്പോർട്ടാണ്. അതായത് എത്രയും വേഗം നമുക്കവിടെ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എയർ ട്രാൻസ്പോർട്ടിൻ്റെ അഡ്വാൻറ്റേജസ്. അപ്പം 3 ട്രാൻസ്പോർട്ടുകൾ നമ്മൾ പഠിച്ചു: ലാൻഡ്, വാട്ടർ ആൻഡ് എയർ. അപ്പോൾ ഇത്രയും ഭാഗം കുട്ടികൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. എല്ലാ കൂട്ടുകാർക്കും പാഠഭാഗം നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ